പുന്നയൂർ പഞ്ചായത്ത് മുൻ വനിതാ മെമ്പർക്ക് നേരെയും CPM പ്രവർത്തകരുടെ വീടിനു നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി. സംഭവത്തിൽ UDF പ്രവർത്തകരായ നോർത്ത് പുന്നയൂർ പുളിക്കപ്പറമ്പിൽ അസീസ്, അത്താണിക്കൽ അഷ്റഫ് എന്നിവരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന വടക്കേ പുന്നയൂർ സെലീന നാസറിന് നേരെയാണ് ഗുണ്ടെറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് അവലോകന കൂടിക്കാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് ഇരുചക്രവാഹനത്തിൽ പോകുമ്പോൾ വടക്കേ പുന്നയൂർ സെന്ററിൽ വെച്ചായിരുന്നു ഇതാ വരുന്നു എന്ന് ആക്രോശിച്ച് ഗുണ്ടെറിഞ്ഞത്. ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് സെലീന നാസർ രക്ഷപ്പെട്ടത് എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിയുമായിട്ട് അവലോകനം കഴിഞ്ഞിട്ട് അബുക്കയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരികയായിരുന്നു. സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വടക്കേ പുന്നയൂർ സെന്ററിൽ എത്തിയപ്പോഴാണ് ശബ്ദം കേട്ടത് തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാനാകെ ഒന്ന് ഷോക്കായിപ്പോയി. അതിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോഴേക്കും വാർഡിലെ ഒരു അസി എന്ന് പറയുന്ന ആളെ വണ്ടി വന്ന് വീണൊന്നുമില്ല. ഭാഗ്യത്തിന് തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുമ്പോഴാണ് കണ്ടത്. ജമാലിക്കാനെ കണ്ടു. പിന്നെ അഷ്റഫ് ക ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് എന്നെ ലക്ഷ്യമാക്കി തന്നെയാണ് അങ്ങനെ ഒരു ഗുണ്ട് പൊട്ടിച്ചിട്ടത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം അതിന് മുമ്പ് തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതാ വരുന്നുണ്ട് എന്നുള്ള ശബ്ദം. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ഇതായിപ്പോയി. പിന്നീട് CPM പ്രവർത്തകരായ C. അബുവിന്റെയും ഇബ്രാഹിം ബാബുവിന്റെയും ഷെഫീഖിന്റെയും വീടുകൾക്ക് നേരെയും സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതിയിൽ പറയുന്നുണ്ട്. വാർഡ് സെക്രട്ടറിയായ മാമദു, MT മുഹമ്മദ് അലി, സെലീന നാസർ, ബ്രാഞ്ച് സെക്രട്ടറി അനിൽ, സ്ഥാനാർത്ഥി അശോകൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും കൂടിയിരിക്കുന്ന വിവരമറിഞ്ഞ് ഇവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് C. അബുവിന്റെ വസതിയിലേക്ക് ഗുണ്ടെറിഞ്ഞത്. ഇബ്രാഹിം ബാബുവിന്റെ കണ്ണിന് താഴെ പരിക്കേറ്റ് ചികിത്സ തേടി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോള് വന്നത്. 2-3 വീടുകളിലേക്ക്, അതായത് അബുക്കയുടെ വീട്ടിലും അതുപോലെ തന്നെ ഇബ്രാഹിം ബാബു എന്ന് പറയുന്ന ബാബുക്കയുടെ വീട്ടിലും ഷെഫീഖ് എന്ന് പറയുന്ന വീട്ടിലും ഇതുപോലെ അവർ ഗുണ്ട് പൊട്ടിച്ചു. അപ്പോൾ ബാബുക്കാനെ കണ്ടപ്പോൾ പോലും അവർ അത് പൊട്ടിക്കാതെ പോവാനല്ല ശ്രമിച്ചത്. മൂപ്പരാളുടെ മേൽക്ക് എടുത്ത് എറിഞ്ഞ്, പക്ഷേ ഭാഗ്യവശാൽ കണ്ണിൻ്റെ അവിടേക്ക് ഒരു കല്ല് തെറിച്ചിട്ട് ഗുരുതരമായ ഒരു പരിക്കുണ്ട്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പോലീസിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.